നമസ്കാരം. ഞാൻ കവിരാജ് അമ്പലപ്പുഴ. എൻ്റെ അമേരിക്കൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട 4ാമത്തെ എപ്പിസോഡാണ് ഇത്. ഇന്ന് ഞാനിവിടെ ഓൺ ബോർഡ് ആയതേ ഉള്ളൂ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ച പോലെ അതിൻ്റെ ഡിപ്പാർച്ചർ ഫോർമാലിറ്റീസ് എല്ലാം കണ്ടതിന് ശേഷം ഞാൻ 5ാമത്തെ ഫ്ലോറിലെത്തിയപ്പോൾ എന്നെ വളരെ അതിശയകരമായ ഒരു കാര്യമാണ് എനിക്കവിടെ കാണാൻ സാധിച്ചത്. നമ്മുടെ നാട്ടിലെ ഒരു മാളിന് തുല്യമായ രീതിയിൽ ഇവിടെ എല്ലാം അലങ്കരിച്ച് വെച്ചിരിക്കുന്നു, എല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുന്നു. ഷോപ്പിങ്ങിനാണ് ഇവിടെ മെയിനായിട്ടുള്ള പ്രിഫറൻസ് കൊടുത്തിരിക്കുന്നത്. ഏതായാലും നമുക്ക് ആ കാര്യത്തിലേക്ക് അല്പം ഒന്ന് ശ്രദ്ധിക്കാം. ഈ ഫ്ലോറിൽ കൂടുതലും ഷോപ്പിംഗ് സെൻറ്ററും ഷോപ്പിങ്ങിനുള്ള സൗകര്യങ്ങളുമാണ് ഒരുക്കിയിരിക്കുന്നത് എന്നെനിക്ക് ആദ്യ കാഴ്ചയിൽ തന്നെ മനസ്സിലായി. കൂടുതലും ലേഡീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അതുപോലെ തന്നെ വിലപിടിപ്പുള്ള ബ്രാൻഡഡ് ഐറ്റംസ് എല്ലാം പ്രദർശിപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ വിൽക്കുന്ന ഷോപ്പുകളാണ് കൂടുതലും കണ്ടത്. ആദ്യത്തെ ഷോപ്പിലേക്ക് തന്നെ നമുക്കൊന്ന് കയറാമെന്ന് വിചാരിച്ചു. ഇവിടെ കയറിയപ്പോൾ കണ്ടത് ലേഡീസുകളോട്ട് ബന്ധപ്പെട്ട പല ഐറ്റംസുകളാണ് ഇവിടെ പ്രദർശിപ്പിച്ച് വെച്ചിരിക്കുന്നത്. എല്ലാം ബ്രാൻഡഡ് ഐറ്റംസാണ്. അതുപോലെ തന്നെ നല്ല വിലയുമുണ്ട്, അതുപോലെയുള്ള വിലയുമുണ്ട്. ലോക്കൽ പർച്ചേസിങ്ങിനാണെങ്കിൽ വേണ്ട, നമുക്ക് ഈ ഷിപ്പിലോട്ട് നോക്കണ്ട, തിരിച്ചു പോയി നാട്ടിൽ ചെന്ന് എന്തെങ്കിലും ലോക്കൽ പർച്ചേസ് ചെയ്താൽ മതി. ഇവിടെയാണെങ്കിൽ ബ്രാൻഡഡ് ഐറ്റംസ് മാത്രമേ കിട്ടുകയുള്ളൂ. അതും അതിൻ്റേതായ സ്റ്റാൻഡേർഡോടു കൂടിയുള്ള സാധനങ്ങളാണ് മുഴുവൻ കാണുന്നത്. വിലയെടുപ്പുള്ള ആഭരണങ്ങൾ, വാച്ചുകൾ, അങ്ങനെ പലതുമാണ് എനിക്കവിടെ കാണാൻ കഴിഞ്ഞത്. ഞാൻ ഒരു ഷോപ്പിൽ കയറി മറ്റൊരു ഷോപ്പിലോട്ട് കയറാതിരുന്നത് കാരണം അവർ പെട്ടെന്ന് തന്നെ വിളിക്കുകയും അവരുടെ ഷോപ്പിലെ കാര്യങ്ങൾ കൂടി ചിത്രീകരിക്കാനും ആവശ്യപ്പെട്ടു. അതും ഞാൻ എടുത്തു. ആരെയും ഉപേക്ഷിക്കുന്നത് ശരിയല്ലല്ലോ, അവരുടെയും ആഗ്രഹങ്ങൾ നടക്കട്ടെ. അതുമാത്രമല്ല, നമുക്ക് കുറച്ച് വെറൈറ്റികൾ കൂടി നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ സാധിക്കുമല്ലോ. ഓരോ ഷോപ്പുകാരും പ്രത്യേകം വിളിക്കുന്നുണ്ടായിരുന്നു, അവരുടെ ഷോപ്പിലെ കാര്യങ്ങളും എടുക്കണമെന്ന് വിചാരിച്ചു. ഇവിടെ വിളിച്ചത് ചുമ്മാ അല്ല, കണ്ണാടിക്കടയാണ്. അതുകൊണ്ടായിരിക്കണം അവരെന്നെ വിളിച്ചത്. എന്നെ കണ്ടപ്പോൾ തോന്നിയോ എന്നെനിക്കറിയില്ല. ഏതായാലും റൈബാൻ്റെ ബ്രാൻഡഡ് ഐറ്റംസുള്ള ഗ്ലാസ്സുകളാണ് ഇവിടെ എല്ലാം വെച്ചിരിക്കുന്നത്. അടുത്ത ഷോപ്പിലേക്ക് ചെന്നപ്പോൾ അവിടെ വിലപിടിപ്പുള്ള മോതിരങ്ങൾ, കമ്മലുകൾ, വളകൾ, അങ്ങനെ ലേഡീസുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ പുതിയ ഫാഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഐറ്റംസുകൾ അവിടെ കാണാൻ സാധിച്ചു. മറ്റൊരു ഷോപ്പിലേക്കും എന്നെ വിളിച്ച് കയറ്റി. അത് പെർഫ്യൂംസിൻ്റെ ഷോപ്പായിരുന്നു. വിലപിടിപ്പുള്ള ബ്രാൻഡഡ് വളരെയധികം പെർഫ്യൂംസ് അവിടെ എനിക്ക് കാണാൻ സാധിച്ചു. എല്ലാത്തിനും നല്ല വിലയുണ്ട്. പക്ഷേ വില നോക്കാനോ അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാനോ എനിക്ക് സമയമില്ലല്ലോ. നമുക്കിപ്പോൾ തൽക്കാലം ഇത് മാക്സിമം കവർ ചെയ്യുക എന്നുള്ളതാണല്ലോ. അങ്ങനെ ഞാൻ പതുക്കെ നീങ്ങി വീണ്ടും ഒരു ഷോപ്പിലെത്തി. അവിടെ ഇത് മുൻപ് കണ്ടതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് വളരെയധികം സാധനങ്ങൾ അവിടെ വേറെ ഉണ്ടായിരുന്നു. ലേഡീസിൻ്റെ ഹാൻഡ് ബാഗുകൾ, അവരുടെ ഡ്രസ്സുകൾ, റെഡിമെയ്ഡ് ഡ്രസ്സുകൾ, അലങ്കാര വസ്തുക്കൾ, പുതിയ ഫാഷനുമായിട്ട് ബന്ധപ്പെട്ട മറ്റു പല ഐറ്റംസുകളും, അങ്ങനെ വളരെയധികം ചാൻസും വളരെയധികം സാധനങ്ങളും പ്രദർശിപ്പിച്ചിരിക്കുന്ന ഒരു ഷോപ്പിലേക്കാണ് വീണ്ടും ഞാൻ കയറിയത്. അവിടെ റെഡിമെയ്ഡ് ഡ്രസ്സുകൾ ജെൻസിനും ഉണ്ടായിരുന്നു. അതിനുശേഷം തൊട്ടടുത്ത് കണ്ട സിറ്റിസൺ, ബലോവ തുടങ്ങിയ ബ്രാൻഡഡ് ഐറ്റംസിൻ്റെ വാച്ചുകൾ വിൽക്കുന്ന ഒരു ഷോറൂമിലേക്കാണ് കയറിയത്. അവിടെ റോളക്സിൻ്റെ വാച്ചിനും ഉണ്ടായിരുന്നു. ഏതായാലും എല്ലാം കണ്ണാടിക്കൂട്ടിലിട്ട് വെച്ചിരിക്കുന്നുണ്ട്. റേറ്റുകൾ നോക്കിയപ്പോൾ ഡോളർ കണക്കാണ് എല്ലാത്തിനും റേറ്റുകളെല്ലാം എഴുതിയിരിക്കുന്നത്. ഏകദേശം നല്ല തിരക്കില്ലാത്ത വില ഉണ്ട്. അത് കുഴപ്പമില്ല. നല്ല സാധനവും ബ്രാൻഡഡ് ഐറ്റംസ് ആകുമ്പോഴത്തേക്ക്, ഇൻ്റർനാഷണൽ ബ്രാൻഡഡ് ആകുമ്പോഴത്തേക്കും അതിൻ്റേതായിട്ടുള്ള റേറ്റും കാര്യങ്ങളൊക്കെ വേണമല്ലോ. റോളക്സിൻ്റെ ഒറിജിനൽ സാധനങ്ങൾ ഇവിടെ കിട്ടും എന്നതാണ് ഒരു പ്രത്യേകത. നമുക്ക് വിശ്വസിച്ച് സാധനം വാങ്ങിക്കാം, ഗ്യാരൻറ്റിയോടുകൂടി സാധനം മേടിക്കാം, വാറൻറ്റിയോടുകൂടി തന്നെ സാധനം വാങ്ങിക്കാം. ഇൻ്റർനാഷണൽ വാറൻറ്റി ഈ റോളക്സ് വാച്ചിന് കിട്ടുമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഒറിജിനലാകുമ്പോൾ നമുക്ക് അതിൻ്റെ വാറൻറ്റിയോടുകൂടി തന്നെ എല്ലാം കിട്ടും. അതിൻ്റെ തൊട്ട് അടുത്തുള്ള ഷോപ്പിൽ കണ്ടത് വജ്രങ്ങളാണെന്ന് തോന്നുന്നു. വളരെ ആഭരണം, വില കൂടിയ ഐറ്റംസുകളാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ആഭരണങ്ങൾ വളരെയധികം ഉണ്ടായിരുന്നു, അതും കണ്ടു. അതിനുശേഷം ഞാൻ പോയത് 4ാമത്തെ നിലയിലെ മസ്റ്റർ ഏരിയയിലേക്കാണ്. മസ്റ്റർ ഏരിയ ഒന്ന് പരിചയപ്പെട്ടിരിക്കുന്നത് അത്യാവശ്യമാണ്. അത് തീർച്ചയായിട്ടും ഷിപ്പിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഈ ഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട മസ്റ്റർ ഏരിയ എവിടെയാണെങ്കിലും പോയി നേരിട്ട് കാണുകയും നമ്മുടെ റൂമിൽ നിന്നും അവിടെ എത്തുന്ന എളുപ്പ വഴി ഏതാണെന്നുള്ളത് മനസ്സിലാക്കുകയും ചെയ്തിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതെല്ലാം ഇതിൻ്റെ ഡയഗ്രാം എല്ലാം നമ്മുടെ റൂമിൽ വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ ഷിപ്പിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മൾ ആദ്യം കണ്ടിട്ടുണ്ട്, 2ാമത്തെ എപ്പിസോഡിൽ ഞാൻ കാണിച്ചിരുന്നല്ലോ, അവരാദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും വിവരങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതും ഇതാണ്. കാരണം സേഫ്റ്റി ഫസ്റ്റ്,
അത് കഴിഞ്ഞിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളുള്ളൂ. അപ്പോൾ ഒരു ഷിപ്പിൽ നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു അത്യാവശ്യ കാലഘട്ടമുണ്ടായാൽ, ഏതെങ്കിലും ഒഴിവാക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായാൽ, പല സാഹചര്യങ്ങളും ഉണ്ടാകാം. ഒന്നിൽ ഫയറിൻ്റെ നിന്നുണ്ടാകുന്ന ആക്രമണം ഉണ്ടാകാം, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടാകാം. ഫയർ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നമ്മൾ രക്ഷപ്പെടേണ്ട രീതികൾ, അതുപോലെ തന്നെ മറ്റേതെങ്കിലും പല രീതികളും സംഭവിക്കാവുന്നതല്ലേ ഉള്ളൂ. ജലത്തിൽ കൂടെ സമുദ്രത്തിൽ കൂടെ പോകുന്ന ഒന്നല്ലേ. അപ്പോൾ എന്തുണ്ടായാലും ശരി തന്നെ അവിടെ നിന്ന് അടുത്ത നിമിഷം നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാനാണ്, സേഫ്റ്റിയായിട്ട് രക്ഷപ്പെടാൻ പറ്റിയ മാർഗമെന്ന് പറഞ്ഞാൽ മസ്റ്റർ ഏരിയ തന്നെയാണ്. അത് 4ാമത്തെ ഫ്ലോറിലാണ് മിക്കവാറും എന്ന് പറഞ്ഞാൽ ഇതിന് മുൻപ് ഞാൻ പോയ എക്സ്പ്ലോർ ഓഫ് ദ സീ കരീബിയൻ ക്രൂസ്, അതിനകത്തും 4ാമത്തെ ഫ്ലോറിലായിരുന്നു ഈ മസ്റ്റർ ഏരിയ. ഇതിനകത്തും അത് തന്നെ 4ാമത്തെ ഫ്ലോറിൽ തന്നെ. ഞാൻ അവിടത്തേക്ക് വന്നു. അവിടെ വന്നതിന് ശേഷം റൂമിലേക്ക് പെട്ടെന്ന് എത്താമെന്നുള്ള വഴികൾ ഒന്ന് ഞാൻ പ്രാക്ടീസ് ചെയ്ത് നോക്കി. എങ്കിൽ കൂടി വളരെ ഈസി ആയിട്ട് എനിക്ക് തോന്നി, വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. പക്ഷേ എമർജൻസി ഉണ്ടായിക്കഴിഞ്ഞാൽ ലിഫ്റ്റ് ഉപയോഗിക്കരുത് എന്നൊരു നിബന്ധനയുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റെയർ കേസ് കയറി ഏത് ഭാഗത്തൂടെ വന്നാൽ എത്രയും പെട്ടെന്ന് നമുക്ക് അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന ഭാഗത്ത് എത്താം എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. എനിക്ക് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് C2 എന്ന ഏരിയയിലാണ്. ആ ഏരിയയിൽ ഞാൻ പോവുകയും മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. അവിടുന്ന് തിരിച്ച് റൂമിലെത്തുകയും റൂമിൽ നിന്ന് തിരിച്ച് ഈ ഭാഗത്തെത്തുന്ന ഭാഗങ്ങൾ കറക്റ്റായിട്ട് ഞാൻ മനസ്സിലാക്കി വെച്ചു. അതിനുശേഷം ഞാൻ നടന്നു പോയത് ഷിപ്പിൻ്റെ തന്നെ ഏറ്റവും ബാക്കിലുള്ള ചില ഭാഗങ്ങളൊന്ന് കാണാനും ഒന്ന് മനസ്സിലാക്കാനും വേണ്ടിയാണ്. കാരണം ഇന്ന് വന്ന് കയറിയ ദിവസമല്ലേ ഉള്ളൂ, ആദ്യത്തെ ദിവസമാണല്ലോ. കൂടുതലും നമുക്ക് പരിചയപ്പെടാവുന്ന അത്രയും കാണാവുന്ന അത്രയും കാണുക എന്നുള്ളതാണ്. ഇപ്പോൾ സമയം ഏതാണ്ട് 5:30-6 മണി ആയിക്കൊണ്ടിരിക്കുന്നു. ഇതൊരു സ്വിമ്മിംഗ് പൂളിൻ്റെ ഏരിയ ആണ്. 11ാമത്തെ നിലയിൽ നിന്നുകൊണ്ട് ഉള്ള കാഴ്ചയാണ് ഞാനിപ്പോൾ കാണുന്നത്. ഇത് പൂൾ ഏരിയ എന്ന് പറയുന്നതിന്, അതായത് 10ാമത്തെ നിലയിലെ പൂളാണ് നമ്മളിപ്പോൾ കാണുന്നത്. പക്ഷേ ഞാനിത് ചിത്രീകരിച്ചിരിക്കുന്നത് 11ാമത്തെ നിലയിൽ നിന്നാണ്. സൂര്യൻ അസ്തമിക്കാറായി ആ ഡേറ്റ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. പൂൾ ഏരിയയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഏകദേശം 13 പൂളുകളുണ്ട്. അതായത് ഹോട്ട് വാട്ടറിൻ്റെ ഉണ്ട്, കോൾഡ് വാട്ടറിൻ്റെ ഉണ്ട്, നോർമൽ വാട്ടറിൻ്റെ ഉണ്ട്, ഏതിൻ്റെ വേണമെങ്കിലും ഉണ്ട്. ഓരോ പൂളിലും അതിൻ്റെ ആഴങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുമുണ്ട്. അത് കണക്കൂട്ടി അതിൻ്റെ മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ഇഷ്ടാനുസരണമുള്ള അവരവർക്ക് പരിചയമുള്ള പൂളുകൾ തിരഞ്ഞെടുക്കുകയും അതിനകത്ത് ഉള്ള നീന്തിയോ കുളിക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യുകയും ചെയ്യാം. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് എവിടെ ചെന്നാലും ബാർ എന്ന് പറഞ്ഞ സംഭവം ഇവിടെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഇവരുടെ ഒരു ബിസിനസ്സിൻ്റെ സീക്രട്ടാണെന്ന് തോന്നുന്നു ബാർ. മാത്രമല്ല യൂറോപ്യൻസിൻ്റെ അവർക്ക് ഇരുന്നാലും കിടന്നാലും നടന്നാലും ചിരിച്ചാലും കരഞ്ഞാലും എല്ലാത്തിനും അവർക്ക് ആൽക്കഹോൾ ആവശ്യമാണ്. നമ്മൾ കുടിക്കുന്ന രീതിയിലൊന്നുമല്ല അവർ കുടിക്കുന്നത്, വളരെ ശാന്തമായ രീതിയിൽ ആണ് അവരത് കൺസ്യൂം ചെയ്യുന്നത് തന്നെ. ഒരു ഗ്ലാസ് ഒഴിച്ച് മുഴുവൻ ഒഴിച്ച് ഒറ്റ മ്ലാമ്ലാന്ന് മഴിക്കുന്ന ഒരു ഏർപ്പാട് നമുക്കുണ്ട്. നമ്മുടെ കൾച്ചർ ഭാഷ അങ്ങനെയൊക്കെ ആയിരിക്കാം. പക്ഷേ ഇവരുടെ വളരെ രസമാണ്. അവർ ആസ്വദിച്ചാണ് അവർ ജീവിക്കുന്നതും ആസ്വദിച്ചാണ് അവർ ഓരോ നിമിഷങ്ങളും ചിലവഴിക്കുന്നതും. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ 11ാമത്തെ നിലയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇതൊരു ജോഗിങ് ഏരിയ ആണ്. കണ്ടോ, ജോഗിങ് ട്രാക്ക്. 6 പ്രാവശ്യം അതിനകത്ത് റെഡ് കളറിലുള്ള ആ വലയം വയ്ക്കുകയാണെങ്കിൽ 1 കിലോമീറ്റർ ആയിരിക്കും. അതാണ് അതിൻ്റെ മെഷർമെൻ്റ് എഴുതിയിരിക്കുന്നതാണ്. ഈ കാണുന്ന റെഡ് കളറിലുള്ള അതാണ് ജോഗിങ് ട്രാക്ക്. ഇത് ഒരു വൃത്താകൃതിയിലാണ്. അത് സ്റ്റാർട്ടിങ്ങും എൻഡും എല്ലാം അതിനകത്ത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ 6 പ്രാവശ്യം ഇതിനകത്ത് ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു പ്രാവശ്യം റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 കിലോമീറ്റർ. അങ്ങനെയാണ്. ഇതാണ് ജോഗിങ് ട്രാക്ക്. രാവിലെ വന്നാൽ ഒരു 6 മണിക്ക് മുൻപായിട്ട് വരികയാണെങ്കിൽ ഇവിടെ വളരെയധികം ആൾക്കാരെ കാണാൻ സാധിക്കും. അങ്ങനെയാണ് ഇതിൻ്റെ പതിവ്. ഞാൻ മുൻപ് യാത്ര ചെയ്ത ആ ഷിപ്പിലും ഇതുപോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാര്യം. ഇതിപ്പോൾ ഞാൻ വന്നതല്ലേ ഉള്ളൂ, ഇന്നത്തെ ആദ്യത്തെ ദിവസമാണ്. പക്ഷേ രാവിലെ വരുന്നുണ്ട്, നാളെ രാവിലെ ഞാൻ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് ചിത്രീകരിച്ച് അത് ഞാൻ നിങ്ങളിൽ എത്തിക്കാം. അതിനുശേഷം ഞാൻ പോയത് ഡെക്ക് നമ്പർ 3യിലേക്കാണ്. ഇവിടെ പല ഓഫീസുകളാണ് വർക്ക് ചെയ്യുന്നത്. എല്ലാം ഗസ്റ്റിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് ഇവിടെ മിക്കവാറും എല്ലാ ഓഫീസും. ഗസ്റ്റ് സർവീസ്, ഗസ്റ്റ് ഹെൽപ്പ്, ഫ്യൂച്ചർ ക്രൂയിസ് റിസർവേഷൻ. ഇനി നമുക്ക് ഭാവിയിൽ ഏതെങ്കിലും ക്രൂയിസ് ചെയ്യണമെങ്കിൽ അതിന് റിസർവേഷൻ. ഓൺ ഷോർ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ദ്വീപിലെത്തുമ്പോൾ, ഏതെങ്കിലും രാജ്യത്തെത്തുമ്പോൾ ആ കരയിലിറങ്ങി അവിടെ ഏതെങ്കിലും വെക്കേഷനിലായിട്ടുള്ള പരിപാടികൾ നടത്തണമെങ്കിൽ അത് റിസർവ് ചെയ്യാനുള്ള കാര്യങ്ങൾ. ഇങ്ങനെ പല റിസർവേഷൻ ഓഫീസുകൾ നടക്കുന്നതാണ് ഇത് 3ാമത്തെ ഡെക്ക്. അവിടുത്തെ വിശേഷങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം ഞാൻ വിശദമായിട്ട് ഇനിയും റെക്കോർഡ് ചെയ്ത് അടുത്ത എപ്പിസോഡുകൾ നിങ്ങൾ ഓരോന്നിലുമായിട്ട് എത്തിക്കാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ, നന്മ വരട്ടെ.